അങ്ങനെ ഞാൻ മീൻ കറി വെക്കാൻ വേണ്ടി ഇത് കടുകൊക്കെ പൊട്ടിച്ച് നല്ല സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം മീൻ കറി വെക്കാൻ വേണ്ടി ഇതൊന്ന് തിളച്ച് കഴിയുമ്പം നമ്മൾ ഇതിലേക്ക് മീനൊക്കെ ഇട്ട് സെറ്റാക്കും. ചട്ടിക്കകത്ത് അടുപ്പിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. മീൻ നമ്മൾ കറി വെക്കാൻ വേണ്ടി കണ്ട മീൻ കറി നല്ല ചട്ടിക്കകത്ത് നല്ല സെറ്റായിട്ട് ഇരിക്കുന്നു. അതങ്ങോട്ട് തിളയ്ക്കുമ്പം അതിലേക്ക് നമ്മൾ ഈ വെട്ടിക്കഴുകി വെച്ചിരിക്കുന്ന ഈ മീൻ അങ്ങോട്ട് ഇടും. അതിൻ്റെ തിള അങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ പതുക്കെ മീൻ കഷ്ണത്തെയൊക്കെ അങ്ങോട്ട് പെറുക്കി അതിലേക്കിടും. അടുപ്പ് നല്ല തീ കത്തുന്നുണ്ട് ഗൈസ്. നല്ല തീ ഒക്കെ നല്ല സെറ്റായിട്ടുണ്ട്. തിള ഇതുവരെ വന്നിട്ടില്ല. തിള ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ പത്തനംതിട്ടക്കാരുടെ മീൻകറിയാണ് ഇത്. പത്തനംതിട്ടക്കാരുടെ നല്ല കുടംപുളിയൊക്കെ ഇട്ട് നല്ല ഉലുവയൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ടുള്ള നമ്മുടെ എന്താ പറയുക പത്തനംതിട്ടക്കാരുടെ മീൻകറി. എന്നിട്ട് അടുപ്പിലൊക്കെ അങ്ങോട്ട് നമ്മൾ വെച്ച് ഇതിനെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കും. തിള വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നു. തിള ഇങ്ങനെ അങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങോട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇത് നല്ല സെറ്റായിട്ട് ഈ അരപ്പൊക്കെ അങ്ങോട്ട് സെറ്റാകും. നമ്മളിതിനെ അങ്ങോട്ട് നല്ല തിളച്ചങ്ങോട്ട് മാറി അങ്ങോട്ട് തിളച്ച് മറിയുന്ന സമയത്ത് ഇങ്ങനെ മീനങ്ങോട്ട് തിളച്ചങ്ങോട്ട് മറിയുന്ന സമയത്ത് ഒന്നുകൂടെ നമ്മളതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മീനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, മീനെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പെറുക്കി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഓരോ മീനും ഇങ്ങനെ അങ്ങോട്ട് പെറുക്കി ഇട്ട് കൊടുക്കുവാണേ. ഗൈസ്, തലയുണ്ട്, തല കളഞ്ഞില്ല. തലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. തലയൊന്നും കളയില്ല കേട്ടോ മീൻ കറി വെക്കുമ്പോൾ. എന്നിട്ട് നമുക്കിനി ഇതിന് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഓരോന്നല്ല, ഈ 2 എണ്ണം വീതം ആണേലും നമ്മൾ പറക്കി ഇട്ട് കൊടുക്കണം. എനിക്ക് ക്യാമറ മൊബൈലിൽ പിടിക്കാൻ പറ്റുന്നില്ല ക്യാമറ. അപ്പോൾ ഞാനതുകൊണ്ട്
എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഇടാൻ ഉള്ള വശം കിട്ടുന്നില്ല. അപ്പം ഞാനത് നിരത്തി ഇത് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ തവി നമ്മളിട്ട് ഇളക്കാൻ പാടില്ലെന്നാണ് പറയാം. പക്ഷെ ഇളക്കാതെ ചട്ടി നമ്മൾ പിന്നെ കറക്കി കറക്കി കൊടുക്കണം, തവി കൊണ്ട് ഇളക്കാതെ. എനിക്ക് ക്യാമറ പിടിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളതിൻ്റെ മീൻ കഴുകിയതിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ, ഒരു ശകലം നമുക്ക് കിട്ടണം, എന്നാലേ നമുക്കതിനകത്ത് ടേസ്റ്റ് അതിൻ്റെ ഇറങ്ങത്തുള്ളൂ. മനസ്സിലായോ? ഈ മീനിൻ്റെ ഈ കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അതൊരു സ്വല്പം നമ്മുടെ മീൻ കറിക്കകത്ത് ഒഴിക്കണം. സാധാരണ എല്ലാവരും പറയും മീനിന് ഭയങ്കര ഉളുമ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞ് ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ നമ്മൾ മീനിൻ്റെ രുചി മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ മീൻ കഴുകി നല്ലതായിട്ട് വെട്ടി എടുത്തുകൊണ്ട് വന്ന് നമ്മൾ മീൻ ഉപ്പിട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കറി വെക്കുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ ആ മീനിൻ്റെ വെള്ളം ഉൾപ്പെടെ കൂട്ടി വേണം ഇടാൻ, എന്നാലേ അതിന് ആ മീൻ കറിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇതിപ്പോൾ ഞാനങ്ങനെ അല്ല വയ്ക്കുന്നത്. നമ്മുടെ വീട്ടിൽ സാധാരണ കഴിക്കാൻ നേരത്ത് ഞാനങ്ങനെ ഉണ്ടാക്കും കേട്ടോ. ഇതിപ്പം അങ്ങനെയല്ല, എല്ലാവർക്കും ആ ടേസ്റ്റ് പിടിക്കണമെന്നില്ല. പക്ഷേ എനിക്ക് ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അങ്ങനെയുള്ള ആ ടേസ്റ്റ്. നമ്മളിങ്ങനെ മീൻ കറി വെക്കുന്ന സമയത്ത് ഇതിനെ ഇങ്ങനെ നിരത്തണം. ഒരാളെ പിടിക്കാനുണ്ടായിരുന്നെങ്കിൽ നമ്മളത് തിളച്ചുകൊണ്ടിരിക്കുന്ന പീസ്